നാളെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയം കിട്ടി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കിട്ടി. ആ 10 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒന്ന് പിണറായി വിജയൻ സഖാവിനെയാണ്, ഒപ്പം തന്നെ VD സതീശ് മേനോൻ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക? 5 മിനിറ്റേ ഉള്ളൂ വിചാരിക്കൂ. നിങ്ങൾ എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക? ജസ്റ്റ് ഇമാജിൻ. സുവർണ അവസരമാണ്. അങ്ങനത്തെ ഒരു നിമിഷം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്നുകൂടി നിങ്ങൾ ഉദ്ദേശിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ഇങ്ങനെയായിരിക്കുമോ എന്നാണ്. സർ, പിണറായി സർ, അല്ലെങ്കിൽ VD സതീശൻ സർ, താങ്കൾക്കിഷ്ടം ഇഡ്ഡലിയാണോ വടയാണോ? നിങ്ങൾ രാത്രി കഴിക്കാറുള്ളത് കഞ്ഞിയാണോ ചപ്പാത്തിയാണോ? വിൽ യു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻസ്? നിങ്ങൾ അങ്ങനത്തെ ചോദ്യം ചോദിക്കുമോ? അതോ സർ, നിങ്ങൾ KSRTCക്ക് ഫ്രീ കൊടുത്തതിനെ പറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ചിന്തിക്കുമോ? അല്ലെങ്കിൽ പിണറായി സർ, വെറും 32 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നിങ്ങൾ എത്തിയോ എന്നീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമോ? അതോ സർ, നിങ്ങൾക്കെല്ലാം ഇഷ്ടം വടയാണോ അതോ സാമ്പാറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾ കഞ്ഞിയാണോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ രാത്രി കഴിക്കാറ്? നിങ്ങൾ മലർന്നാണോ അതോ കമിഴ്ന്നാണോ കിടന്നുറങ്ങാറ് എന്നീ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമോ? ഇതാണ് ചോദ്യം. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗോദി ഇൻഫ്ലുവൻസേഴ്സ് എന്നോ അല്ലെങ്കിൽ ഗോദി മീഡിയ എന്നൊക്കെ വിളിക്കേണ്ടി വരും. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഇതാ കണ്ടോളൂ. Ma'am, this is a rapid fire round. Are you ready, ma'am? Shall we start? Okay. Curd rice or tamarind rice? Curd rice. Idli vada or pongal? Pongal. Filter coffee or masala chai? Filter coffee. എന്തൊരു ഫണ്ണി സിറ്റുവേഷൻ ഈസ് ദിസ്? ഈ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ഈ രണ്ടുപേരുടെ മുമ്പിലേക്ക് കിട്ടിയത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററെയാണ്. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററെയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററെ കിട്ടിയ സമയത്ത് ആ ഗോദി ഇൻഫ്ലുവൻസേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. മാം, നിങ്ങൾക്കിഷ്ടം കേർഡ് റൈസ് ആണോ? ഫണി തിങ് ഈസ്, നിങ്ങൾക്കിഷ്ടം എന്താണ്? നിങ്ങൾ രാവിലെ കഴിക്കാറുള്ളത് എന്താണ്? നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങാറ്? നിങ്ങൾക്കിഷ്ടം എന്താണ്? വെറും കാപ്പിയാണോ അതോ ഫിൽറ്റർ കോഫിയാണോ? ഇതാണോ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം കിട്ടിയാൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ? ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതേസമയം തന്നെ രാജ്യത്തെ ബാധിക്കുന്ന ഇവിടെ യുവാക്കൾ ജോലിയില്ലാതെ തെണ്ടി നടക്കുന്നതിനെക്കുറിച്ചോ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളില്ലാത്തതിനെ കുറിച്ചിട്ടോ ഇവിടെ ഇന്ത്യയിൽ സ്കൂളുകളുടെ അപര്യാപ്തതയെക്കുറിച്ചിട്ടോ ശരിയായ പോഷണം കിട്ടാതെ മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചിട്ടോ രാമൻ്റെ പേരിൽ മരണപ്പെടുന്ന ജനങ്ങളെക്കുറിച്ചിട്ടോ രാമൻ്റെയും മറ്റു മതവിഭാഗത്തിലെ ഭഗവാന്മാരുടെ പേരിലും ഇവിടെ ജനങ്ങൾ വെട്ടി തീർക്കുന്നതിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ രാജ്യം വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ആളുകൾ ചോദിക്കില്ല. ഇതിനെയാണ് നമ്മൾ പറയുക ഗോദി മീഡിയ. ഇപ്പോൾ ആ ഗോദി മീഡിയ നമുക്കറിയാം. അർണബ് ഗോസ്വാമി അടക്കമുള്ള ഒരു ഗോദി മീഡിയക്കാരറിയാം. അവർ മോദിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളാണ്. മോദിയെ പുകഴ്ത്താനും വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളാണ്. BJPക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ചില ചാനലുകളാണ്. ഇപ്പോൾ അത്തരം ചാനലുകൾ പോലെ ഇപ്പോഴിതാ ഈ ഇൻഫ്ലുവൻസേഴ്സ് കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ ആളുകൾ. അത്തരം ആളുകൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടപെടുന്ന ഏത് മേഖലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്സിലാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അപ്പാടെ വിറ്റ് തുളയ്ക്കാൻ പോകുന്ന ആ നിമിഷത്തിലും നമ്മുടെ കേരളത്തിൽ എന്തോ ഒരു വലിയ ലാഭം കിട്ടാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. KSRTCയിൽ ഫ്രീ കൊടുത്ത സമയത്ത് അതിനെ ആഹ്ലാദം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്ത ആളുകൾ നമുക്കറിയാം. പക്ഷേ ഒരു സാമാന്യ ബുദ്ധി വെച്ച് നോക്കുന്ന സമയത്ത്, അതിസാധാരണ ബുദ്ധി വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു മഹാ അബദ്ധമാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയും. വേണമെങ്കിൽ ഒരു ഉമ്മച്ചി പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം.
സൗജന്യ യാത്ര നല്ലതാന്ന് പറയാ. പക്ഷെങ്കിൽ അത് സ്കൂൾ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമുള്ളവരും 2-3 ലക്ഷം ശമ്പളം വാങ്ങുന്നവരല്ലാണ്ട് പാവപ്പെട്ടവർക്ക് ഈ വരുമാന സർട്ടിഫിക്കറ്റും വാങ്ങി ഓർക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ അത് ഒരു ഓക്കെ. അല്ലെങ്കിൽ ഈ 2-3 ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. സ്കൂൾ കുട്ടികൾ പെൺകുട്ടികൾ കയറുമ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുക. ഒരു വീട്ടിൽ 4 ആൺകുട്ടിയാന്ന് വെച്ചാൽ 4 ആൺകുട്ടികൾക്ക് പോകാൻ പൈസ ഉണ്ട്. അത് സർക്കാർ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അല്ലാണ്ട് പൈസക്കാർക്കൊന്നും കൊടുക്കാണ്ട് പാവപ്പെട്ടവർക്ക് നോക്കിക്കൊടുത്ത വികലാംഗന്മാര് പിന്നെ പ്രായമുള്ളവർ 60 വയസ്സിന് മുകളിലോട്ട് സ്കൂളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുക, ആധാർ കാർഡ് വാങ്ങുക, ഐഡന്റിറ്റി കൊടുക്കുക. എന്തൊരു വ്യക്തം, എന്തൊരു സുവ്യക്തം, എന്തൊരു കൃത്യത, എന്തൊരു ധാരണ, എന്തൊരു രാഷ്ട്രീയ ബോധ്യം, എന്തൊരു സാംസ്കാരിക സാമൂഹ്യ ബോധ്യം. ആ ഉമ്മച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ VD സതീശ മേനോനല്ല. എന്തൊരു കൃത്യമായിട്ടാ പറഞ്ഞ്. പ്രായമുള്ളവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആക്കുക, പാവപ്പെട്ടവർക്ക് അവരുടെ റേഷൻ കാർഡും മറ്റും വാങ്ങിച്ചു നോക്കി അർഹത തിട്ടപ്പെടുത്തി അവർക്ക് നൽകുക, അംഗവൈകല്യമുള്ളവർക്ക് നൽകുക, ഒപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ നൽകുക. എത്ര കൃത്യമായിട്ടാണ് ആ ഉമ്മച്ചി പറഞ്ഞു നോക്കി. ആ ഉമ്മച്ചിക്കുണ്ടായ ഒരു സാമാന്യ ബോധ്യമെങ്കിലും ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിലെ മേനോന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. നിങ്ങളോ? ബൈ.